ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. സംഘർഷത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം പരിക്കേറ്റത് എങ്ങനെയെന്ന് ചെന്നിത്തല ചോദിച്ചു. പോലീസുകാർക്കെതിരെ നടപടി വേണം. എംപിയെ കണ്ടാൽ പോലീസുകാർക്ക് തിരിച്ചറിയില്ലേ? ഷാഫിയെ നിരന്തരമായി വേട്ടയാടുകയാണെന്നും ഇത് അനുവദിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഷാഫിക്കെതിരായ കേസ് ശബരിമല കൊള്ളയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സർക്കാർ ശ്രമമാണെന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം. ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത്, ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംഎൽഎക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇന്നലെ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാ? ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട്. പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട്, അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജാണ്. ഒരു എംപിക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിലെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു എംപിക്കെതിരെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. 3 മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇത്തരം ചെയ്തു ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം മനസ്സിലാക്കൂ. അതെ 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 അതാണല്ലോ അവരുടെ ഭാഷ്യം. നട്ടുച്ചയ്ക്ക് ഇത് ഇരുട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ചു നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കാര്യത്തിലും അങ്ങനെയല്ല, അവരൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, വേറെ ആൾക്കാർ ഉത്തരവാദിത്തം. ഇനിയിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇതായിരിക്കും. ഇതൊക്കെ ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. 2 കാര്യങ്ങളാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നത്. ഇതിപ്പോ 2025 നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല. എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിന് ഒരു നോട്ടീസ് അയച്ചാൽ ED തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലായി, അറസ്റ്റ് ചെയ്യലായി, കേസൊന്നും ഉണ്ടാവണ്ട. ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. 6-7 ദിവസം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ED ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ചോദ്യം ചെയ്യലുണ്ടാവും. ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലുണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം ചെയ്യലുണ്ടായോ? ഇതിന് സമാധാനം പറയേണ്ടത് ED ആണ്. ഈ കേസ് തീർത്തോ? അതല്ല, നടക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല? വിളിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷാഫിയെ കാണാൻ പോകുമ്പോഴായിരുന്നു കെ.സിയുടെ പ്രതികരണം. പേരാമ്പ്രയിൽ യൂത്ത് കോൺഗ്രസിലെ ഗുണ്ടാസംഘം ആക്രമണം നടത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ നേതാവ് വി.കെ. സനോജ് പറഞ്ഞു. പേരാമ്പ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു. അതിൽ LDF പ്രതിഷേധിച്ചു. അത് തടസ്സപ്പെടുത്താൻ ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങി. ഷാഫിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ LDF പ്രവർത്തകർ പിരിഞ്ഞുപോയി. ഷാഫിയുടെ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞു. എല്ലാം ഷാഫി ഷോയാണ്. UDF അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഷോയാണ്. ഷാഫിയും രാഹുലും ക്രൈം സിൻഡിക്കേറ്റാണ്. ഇവർ കോൺഗ്രസിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഷോയുമായി വന്നാൽ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതികരിക്കും. അത് സംഘർഷത്തിലേക്ക് പോയാൽ ഉത്തരവാദിത്തം ഷാഫിക്കും സംഘത്തിനുമായിരിക്കും. ഷാഫിയുടെ ഷോ കഞ്ഞിക്കുഴിയിൽ സതീശന്മാർ തോറ്റുപോകുന്ന ഷോയാണ്.
ഷാഫി ഗുണ്ടാപ്പടയുടെ നേതാവാണെന്നും വി കെ സനോജ് പറഞ്ഞു. റൂറൽ SP പറഞ്ഞതിൽ തെറ്റില്ല. ലാത്തി വീശിയില്ല. വെറുതെ നിന്ന ഷാഫിക്കല്ലല്ലോ അടികൊണ്ടത്. പ്രകോപനമുണ്ടായാൽ പോലീസ് നോക്കി നിൽക്കുമോ? ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാകാം. ആദ്യമായിട്ടാണോ ഒരു ജനപ്രതിനിധിക്ക് അടികിട്ടുന്നതെന്നും വി കെ സനോജ് പറഞ്ഞു. അതേസമയം പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് നേരെ ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന SP-യുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതുമെന്നുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്നലെയുണ്ടായ വിശദീകരണം. അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ അതിന് കടകവിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കേറ്റിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ MP സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്.